വരുള്ളൂ കേട്ടാ. നമ്മുടെ സത്യമേവ ചെയ്ത് ചോദിക്കും, ചേച്ചിക്ക് ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കണ ആള്. പോയിട്ടില്ല. ആ, തൃപ്രയാർ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണോ ഉള്ളത്? അവിടെ ഒരു പൊക്കാഞ്ചേരി ഇതുണ്ടായിരുന്നില്ലേ, എന്താ ഈ ആയുർവേദത്തിന്റെ ഒരു ഹോസ്പിറ്റൽ പോലെ, അവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ അവിടെയായിരുന്നു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നത്, ജയതിലകൻ ഡോക്ടറുടെ അവിടെ. ഞാൻ ഭക്ഷണം കഴിച്ചു, അവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വിച്ചൂസ് പറയണേ ഞാൻ പോകുന്നില്ല, ഇവിടെയുണ്ട് കേട്ടോ, ലൈവ് തീരുന്ന വരെ അവിടെ തന്നെ ഇരുന്നോളൂ ചേച്ചി. ലൈവൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേട്ട് നിങ്ങളെ ഞാൻ മാക്സിമം വെറുപ്പിക്കാവുന്നിടത്തോളം വെറുപ്പിച്ചിട്ടേ ഞാൻ ഇന്ന് അവസാനിപ്പിക്കുള്ളൂ. ഡേവിഡ് പറയുന്നത് ഞാൻ ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പം ഇന്ന് എന്താ ഫുഡ് ഉണ്ടാക്കണത്? ഇന്ന് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കണത്? ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് പിന്നെ കഴിക്കുമ്പോൾ ഭയങ്കര റിസ്ക്കാലേ. രഞ്ജിത്ത് കുമാർ പറയുന്നുണ്ട് അച്ഛൻ മലയാളി, അമ്മ തമിഴ്നാട്, നാട്ടിൽ തിരുവനന്തപുരം കുടപ്പനക്കുന്നാണ്, അമ്മ രാമേശ്വരം. ആഹാ, അപ്പൊ എല്ലായിടത്തേക്കും പോവാലോ. അപ്പോൾ ഒരു ട്രിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ നാട്ടിലേക്കും പോവാം, അമ്മയുടെ നാട്ടിലേക്ക് പോവാം. താമസിക്കുന്നത് അമ്മ തമിഴ്നാട്ടിലേക്കും പോവാം. പിന്നെ നാട്ടിൽ തിരുവനന്തപുരം കുടപ്പനക്കുന്ന്, നല്ല സ്ഥലമല്ലേ. അമ്മയുടെ നാട് തമിഴ്നാട്, രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്തല്ലേ. നമ്മുടെ മേഘനാഥൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, അവൻ ഇപ്പൊ ലൈവിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവൻ ലൈവ് ഒന്ന് പോയി തോന്നുന്നുണ്ട്, ഡ്യൂട്ടി ടൈം ആണെന്ന് തോന്നുന്നുണ്ട്. ആ കുട്ടിക്ക് തിരക്കുണ്ട് തോന്നുന്നു. അവനും അതേ ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നാണ്, അവൻ തമിഴ്നാടാണുള്ളത് എന്ന് പറഞ്ഞു. ഇന്ന് ഡ്യൂട്ടി ഇല്ല, അപ്പൊ പിന്നെ സാവകാശമൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിയില്ലേ. എന്ത് ഫുഡാണ് ഉണ്ടാക്കുക? നാട്ടിലെ സ്പെഷ്യലുകളൊക്കെ പരീക്ഷിക്കാറുണ്ടോ റൂമില്? നാട്ടിൽ വരാറായോ എന്നിട്ട്? MS എവിടെ പോയി ഇന്ന്? എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയോ? എല്ലാവരും കയറി നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ അത് കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാനില്ലെങ്കിലും ഞാൻ ഇതുപോലെ ഇരുന്നിട്ട് ചറപറ മഴ പെയ്യണേൽ എന്തിരുന്ന് പറയുന്ന വിശേഷങ്ങളൊക്കെയാണ്. അതൊക്കെ കേട്ട് സഹിക്കണം എല്ലാവരും. സഹിച്ച് അതിനൊക്കെ ഒന്ന് സബ്ബൊക്കെ ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. തനിച്ച് ഈ വീട്ടിൽ ഇരുന്ന് എൻ്റെ ഭാവനയിൽ നിന്നൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടാക്കണ വീഡിയോസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് വെറുപ്പിക്കൽസൊക്കെ ഒന്ന് സഹിച്ച് അങ്ങനെയില്ല. ഉറങ്ങണ കുറച്ച് നേരം ഉറങ്ങിക്കോ. എത്ര മണിക്ക് പോകണ്ടേ? ഇന്നലെ പോയ ടൈമിന് പോകണോ? ഒരിക്കലല്ലോ പോണേ. 13:45 എന്ന് പറഞ്ഞാൽ 1:45 1:45 അതായത് ഇതിൻ്റെ മുകളിൽ കൂട്ടി ഉണ്ടായിരുന്നു. അതാവും കോയിനാണോ? ലൈവിൽ ആളുണ്ടല്ലോ, എല്ലാവരും എന്തോ ഓരോ വഴിക്ക് പോയോ? കാണാനില്ലോ, ഞാൻ മാത്രം ഇവിടെ വെയിറ്റിങ്. ആ ബാഗ് ഇവിടെ വെച്ചിട്ട് പോയി വെച്ചു. പിന്നെ അമ്മ മാത്രം സുന്ദരിയായിട്ട് നടന്നാൽ മതി, എനിക്കെന്താ നടക്കണ്ട. എന്നിട്ട് വേണം ഞാനത് അവിടെ കൊണ്ട് കുട നേരെയാക്കി എടുത്തോ? അവള് കൊണ്ടുപോയിട്ടില്ല വന്നിട്ടുണ്ട്. കുട ഞാൻ കൊണ്ടുപോയി. കറുപ്പൂട നല്ലതായിരുന്നു. ഇനിയിപ്പോൾ മറ്റത് ശരിയാക്കാൻ പറ്റില്ലെങ്കിലും വിചാരിച്ചിട്ട് ഞാൻ തരാതി. ഞാൻ കറുപ്പൂടന്നെ കൊണ്ട് കറുപ്പൂട എടുത്തോ. കറുപ്പൂടൊക്കെ ഒരു കുഴപ്പമില്ലാത്തതാണ്. എവിടെ കാണാനില്ലോ? ഡ്രസ്സ് തയ്ച്ച് അച്ഛൻ്റെ ഫോൺ എടുത്ത് വെച്ചു. ചിലപ്പോൾ ഇതിലേ കുറച്ച് നേരം കഴിയുമ്പോഴുണ്ടല്ലോ ഫോണ് കമന്റ് ബ്ലോക്ക് ആവണുണ്ട്. ഇത് കണ്ടില്ല, ഇപ്പൊ ഇനി കമന്റ് കിട്ടണില്ല. ചിലപ്പോൾ അവര് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ കമന്റ് കാണാതെയാവും വേണമെങ്കിൽ. അതിനി ഫോണിന്റെ കംപ്ലൈന്റ് ആണോന്ന് അറിയില്ല. കുറേ നേരം കഴിയുമ്പോൾ കമന്റ് കിട്ടുന്നില്ല എനിക്ക്. ചിലപ്പോൾ അവർ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക. എന്തായാലും 3 മിനിറ്റ് കൂടി നോക്കാം. അതങ്ങനെയാണ്, ലൈവ് കയറുമ്പോൾ കമന്റ് തീരെ കാണില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഫോണിൻ്റെ A+ അടിച്ച് ഞാൻ നോക്കിയത് അതല്ല ഇതിൻ്റെ. പക്ഷെ എന്താണോ അവിടെയൊക്കെ ശരിക്കും ഇതുണ്ട്. പക്ഷെ 8 ആളുണ്ട് ലൈവിൽ ആളുണ്ട്, കാണാൻ പറ്റില്ല. അതെങ്ങനെ കാണാൻ പറ്റും? ലൈവിൽ ആളുണ്ട്, പക്ഷെ നമുക്ക് ടൈമർ എന്തോ പ്രശ്നം വരുന്നുണ്ട്. ഇത്ര പേരുണ്ടായിട്ട് ഈ നേരമായിട്ട് അവർ കമൻ്റ് ഒന്നും ചെയ്യാതിരിക്കില്ല. പക്ഷെ നമ്മുടെ ഫോണിനാണോ? ഫോൺ നല്ല ഫോണാണല്ലോ, പക്ഷെ എന്താ പറ്റിയാണോ?